2026 ജൂലൈ മാസം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും മാസമായിരിക്കും. കന്നിരാശിയിൽ ആദ്യ പകുതിയും തുലാം രാശിയിൽ രണ്ടാം പകുതിയും വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത്. വിശ്വകർമാവ് ദേവനായ ചിത്തിര നക്ഷത്രം തേജസ്സിന്റെയും സർഗാത്മകതയുടെയും പ്രതീകമാണ്. മുത്തെന്നാണ് ഈ നക്ഷത്രത്തിന്റെ അർത്ഥം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളും ബുദ്ധിശാലികളുമായിരിക്കും. 2026 ജൂലൈ മാസത്തിൽ നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വയുടെയും മറ്റ് ശുഭഗ്രഹങ്ങളുടെയും സ്വാധീനം മൂലം തടസ്സപ്പെട്ട് കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. പോസിറ്റീവ് എനർജി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആത്മവിശ്വാസത്തോടെ എടുത്തു ചാടുന്ന ഏതൊരു കാര്യത്തിലും വിജയം കൈവരിക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും. ചിത്തിര നക്ഷത്രക്കാരുടെ ഔദ്യോഗിക ജീവിതത്തിൽ 2026 ജൂലൈ മാസം ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ഏറെക്കാലമായി ഒരു സ്ഥിര ജോലിക്കായി കാത്തിരുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ ലഭിക്കും. പ്രത്യേകിച്ചും സർക്കാർ മേഖലയിലോ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിലോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിലവിൽ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ ഉള്ള സാധ്യതകൾ തെളിയുന്നു. മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ നിങ്ങളുടെ കഠിനാധ്വാനം സഹായിക്കും. സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം. ജോലിസ്ഥലത്തെ രാഷ്ട്രീയങ്ങൾ നിങ്ങളെ ബാധിക്കില്ല എന്നത് വലിയ ആശ്വാസമായിരിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുതിയ ഓഫറുകൾ തേടി വരാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം ലാഭകരമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 2ാം വാരം മുതൽ അനുകൂലമായ സമയമാണ്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരസ്പര വിശ്വാസം വർദ്ധിക്കുകയും ബിസിനസ് സുബലീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, ഫാഷൻ ഡിസൈനിങ്, IT എന്നീ മേഖലകളിലുള്ളവർക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ സംബന്ധിച്ച തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും. ഓഹരി വിപണിയിലോ ചിട്ടികളിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ്. എങ്കിലും വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾ നടത്തുക. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കാൻ താല്പര്യം തോന്നുമെങ്കിലും അത് നിങ്ങളുടെ സമ്പാദ്യത്തെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി പണം നീക്കിവെക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇത്. ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും ഈ മാസം അവസാനിക്കും. പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. പങ്കാളിയുടെ ഭാഗത്തു നിന്നും വലിയൊരു പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. ദൂരയാത്രകൾക്കോ വിനോദയാത്രകൾക്കോ ഉള്ള സാധ്യത കാണുന്നു. പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹമുറപ്പിക്കാൻ ഈ മാസം സാധിച്ചേക്കും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുള്ള വാർത്തകൾ കേൾക്കാൻ സാധിക്കും. സഹോദരങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാകും. കുടുംബത്തിൽ ഒരു പുതിയ അതിഥിയുടെ വരവോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളോ നടക്കാൻ സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രക്കാർ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ മാസം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതില്ലെങ്കിലും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. പൊതുവെ ഉന്മേഷം നിറഞ്ഞ ഒരു മാസമായിരിക്കും. എങ്കിലും ചൊവ്വയുടെ സ്വാധീനമുള്ളതിനാൽ അമിതമായ അധ്വാനം മൂലം ചെറിയ ക്ഷീണം തോന്നാം. പേശിവേദനയോ നടുവേദനയോ ഉള്ളവർ അല്പം വിശ്രമം എടുക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക. മാനസികമായി വളരെ പോസിറ്റീവായ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ. പുതിയ ആശയങ്ങൾ മനസ്സിൽ വരികയും അത് നടപ്പിലാക്കാൻ ആവേശം കാണിക്കുകയും ചെയ്യും. മെഡിറ്റേഷൻ, യോഗ എന്നിവ ശീലമാക്കുന്നത് മനസ്സിന്റെ ശാന്തത നിലനിർത്താൻ സഹായിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് വഴി ഏത് പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾക്ക് കരുത്ത് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഫലങ്ങളാണ് ഈ മാസം ലഭിക്കുക. ചിത്തിര നക്ഷത്രക്കാരായ കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാങ്കേതിക മേഖലകളിൽ പഠിക്കുന്നവർക്ക് പ്രായോഗിക പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. പോസിറ്റീവ് കാര്യങ്ങൾക്കിടയിലും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് ഉചിതമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക. രാത്രികാല യാത്രകളിൽ ജാഗ്രത പാലിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുക. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ളതിനാൽ പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ സംയമനം പാലിക്കുക. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും കരാറുകളിൽ ഒപ്പിടുമ്പോഴും രേഖകൾ കൃത്യമായി വായിച്ചു നോക്കുക. പുതുതായി പരിചയപ്പെടുന്നവരെ അമിതമായി വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ. ഈ മാസത്തെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷങ്ങൾ ലഘൂകരിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ചിത്തിര നക്ഷത്രക്കാർ ദേവി ഉപാസന നടത്തുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകമോ പാലഭിഷേകമോ നടത്തുന്നത് ഉചിതമാണ്. ഓം ശരവണഭവ മന്ത്രം നിത്യവും 108 തവണ ജപിക്കുക. സാധുക്കൾക്ക് അന്നദാനം നടത്തുന്നത് വഴി തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളോ വസ്തുക്കളോ ദാനം ചെയ്യുന്നത് പുണ്യകരമാണ്.
പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരുമായി ചേർന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാനും അവസരം ലഭിക്കും. നിങ്ങളുടെ വളർച്ചയിൽ സുഹൃത്തുക്കളുടെ പങ്ക് വലുതായിരിക്കും. പുതിയ വീട് വാങ്ങാനോ വീട് നവീകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന മാസമാണിത്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. തീർത്ഥാടന യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഗുരുതുല്യരായ വ്യക്തികളുടെ അനുഗ്രഹം തേടുന്നത് കാര്യസിദ്ധിക്ക് സഹായിക്കും. 2026 ജൂലൈ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഉദയത്തിന്റെ തുടക്കമാണെന്ന് നിസ്സംശയം പറയാം. ചിത്തിര നക്ഷത്രത്തിന്റെ പ്രതീകമായ മുത്ത് സൂചിപ്പിക്കുന്നത് പോലെ കഠിനമായ പ്രയത്നങ്ങൾക്കൊടുവിൽ രൂപപ്പെടുന്ന തിളക്കമാർന്ന നേട്ടങ്ങളാണ് ഈ മാസം നിങ്ങളെ കാത്തിരിക്കുന്നത്. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ മാറ്റങ്ങളെ ഭയപ്പെടാത്തവരാണ്. 2026 ജൂലൈ മാസം നിങ്ങളുടെ കരിയറിലും വ്യക്തിജീവിതത്തിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഗുണകരമായിരിക്കും. ഒരു വഴി അടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടുമെന്ന തത്വം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. തൊഴിൽ മേഖലയിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അസാമാന്യമായ സർഗാത്മകതയും കൃത്യനിഷ്ഠയും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും. ഇത് കേവലം ഒരു മാസത്തെ നേട്ടമായി കാണാതെ നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശക്തമായ അടിത്തറയായി കാണുക. ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസമാണ്. പരാജയപ്പെടുമെന്ന് കരുതി മാറ്റി നിർത്തിയ പല കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ വീണ്ടും ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം അഹങ്കാരമായി മാറാതെ ശ്രദ്ധിച്ചാൽ ജൂലൈ മാസം നിങ്ങൾക്ക് അജയ്യനായി മുന്നേറാം. സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ പുലർത്തുന്ന മിതത്വം ഭാവിയിൽ വലിയ ആശ്വാസം നൽകും. അപ്രതീക്ഷിതമായി കൈവരുന്ന ധനലാഭം ആഡംബരങ്ങൾക്കായി കളയാതെ കൃത്യമായ നിക്ഷേപങ്ങളാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. കുടുംബം നിങ്ങളുടെ വലിയൊരു കരുത്തായി ഈ മാസം മാറും. ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി പുലർത്തുന്ന ഐക്യം മാനസികമായ വലിയൊരു സമാധാനത്തിന് വഴിയൊരുക്കും. ചിത്തിര നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ ഗൗരവം മാറ്റി നിർത്തി പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെയും കരുതലോടെയും ഇടപെടുന്നത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കും. കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിക്കുന്ന മാസമാണിത്. ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ മാസം നിങ്ങൾ തന്നെ മുൻകൈയെടുക്കുന്നത് ഉചിതമായിരിക്കും. മനസ്സും ശരീരവും പരസ്പര ബന്ധിതമാണ്. മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന ഉന്മേഷം നിങ്ങളുടെ ശാരീരികമായ അസ്വസ്ഥതകളെ പോലും ഇല്ലാതാക്കാൻ സഹായിക്കും. എങ്കിലും ജോലിയിലെ തിരക്കുകൾക്കിടയിൽ സ്വന്തം ആരോഗ്യം മറന്നുപോകരുത്. വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും ജീവിതത്തിന്റെ ഭാഗമാക്കുക. പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നതും സംഗീതം കേൾക്കുന്നതും നിങ്ങളുടെ മാനസികാവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്തും. ചിത്തിര നക്ഷത്രക്കാർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന കാലഘട്ടമാണിത്. ഭൗതിക സുഖങ്ങൾക്കിടയിലും മനസ്സിന് ശാന്തി ലഭിക്കാൻ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇഷ്ടദൈവ പ്രാർത്ഥനകൾക്കും മന്ത്രജപങ്ങൾക്കും സമയം കണ്ടെത്തും. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ സുബ്രഹ്മണ്യ സ്വാമി ഭജനം, ഭദ്രകാളി ക്ഷേത്ര ദർശനം എന്നിവ മനസ്സിന് കരുത്തു പകരും. ദൂരദേശങ്ങളിലെ ക്ഷേത്രങ്ങളോ പുണ്യസ്ഥലങ്ങളോ സന്ദർശിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ചുരുക്കത്തിൽ 2026 ജൂലൈ മാസം ചിത്തിര നക്ഷത്രക്കാർക്ക് നൽകുന്നത് വെറും ഒരു മാസഫലമല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കോണിലൂടെ നോക്കിക്കാണാനുള്ള അവസരമാണ്. തടസ്സങ്ങൾ ഓരോന്നും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് തിരിച്ചറിയുക. കരിയർ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന പുരോഗതിയെ വിനയത്തോടെ സ്വീകരിക്കുക. ഈ മാസത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈശ്വരവിശ്വാസവും കഠിനാധ്വാനവും കൈമുതലാക്കിയാൽ 2026 ജൂലൈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായി രേഖപ്പെടുത്തും.